ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ ചേരുന്നുണ്ട്. പ്രഫുൽ, ഇക്കാര്യം താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വടക്കുംനാഥ ക്ഷേത്ര പരിസരം ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോവുകയാണ്. പോലീസ് അവർക്ക് കൂട്ടുനിൽക്കുകയാണ്. ഇത് തടയാൻ ശ്രമിച്ച BJP പ്രവർത്തകരെയാണ് പോലീസ് അതിക്രമിക്കുന്നത്. നോക്കൂ, ഇന്നലെ നരേന്ദ്രമോദിജിയെ കാണാൻ ശക്തന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്രയും സ്ത്രീകളുടെ പങ്കാളിത്തമുള്ള ഒരു പരിപാടി ഇവിടെ കോൺഗ്രസിനോ CPM-നോ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കേരള ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു പുതിയ ചരിത്രമാണ് ഇന്നലെ സൃഷ്ടിക്കപ്പെട്ടത്. അതിൽ വിളറി പൂണ്ടിട്ടുള്ള ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ കോൺഗ്രസിനെയാണ് ശുദ്ധീകലശം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഇത്തരത്തിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധിയാക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നലെ വന്ന ആളുകൾ ഇന്നലത്തെ പരിപാടിയോട് കൂടിയിട്ട് ആകെയുള്ള കോൺഗ്രസിന്റെ ഒരു പച്ചത്തുരുത്ത് അല്ലെങ്കിൽ പച്ചത്തുരുത്ത് എന്നൊക്കെ പറഞ്ഞ് അവശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളമൊക്കെ തന്നെയാണ്. ഏതാനും സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നിലതെറ്റുന്നു. കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരേ ഒരിടം കേരളമാണ്. ആ കേരളത്തിൽ പോലും കോൺഗ്രസിനും CPM-നും നിലതെറ്റുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണ്. ഇതെല്ലാം തന്നെ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. ഇവിടെ ആരെയാണ് ശുദ്ധികലശം ചെയ്യാൻ പോകുന്നത്? മോദിജി ഇന്നലെ കൃത്യമായി പറഞ്ഞല്ലോ, എല്ലാം മോദി ഗ്യാരണ്ടി മോദിജി കൊടുത്തത് മാത്രമേ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ പാചകവാതക കണക്ഷൻ ആയിക്കൊള്ളട്ടെ, വീടുകളായിക്കൊള്ളട്ടെ, ശൗചാലയങ്ങളായിക്കൊള്ളട്ടെ, ഇൻഷുറൻസ് പദ്ധതികളായിക്കൊള്ളട്ടെ, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അടിസ്ഥാന വികസനങ്ങൾ മുഴുവൻ നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ള വികസനങ്ങളാണ്. അല്ലാതെ ഇവിടെ മാറി മാറി ഭരിച്ചിരുന്നവർ എന്താണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു കാര്യം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എണ്ണിപ്പറഞ്ഞപ്പോ കേരളത്തിലെ ജനങ്ങൾ അത് കൈയടിച്ച് നെഞ്ചിലെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതാണ് സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും പ്രഭുകൃഷ്ണ, അത് ഇവർക്ക് കൊള്ളും. കാരണം ഇന്നലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ സംഗമിച്ച ആ വേദിയിലിരുന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഓരോ വാക്കുകളും ഇവർക്ക് കൊള്ളും. കാരണം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവർ യാതൊന്നും ചെയ്തിട്ടില്ല. അത് കോൺഗ്രസ് ആയിരുന്നാലും CPM ആയിരുന്നാലും ശരി. ആ വാക്കുകളൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞ ആ വാക്കുകളിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ അവർക്ക്. തീർച്ചയായിട്ടും ആ ജാള്യത മറക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ നേതാക്കന്മാർക്കുണ്ട്. ഇത് കൃത്യമായും BJP-യുടെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറയുന്ന സമയത്ത് അവർക്ക് കൗണ്ടർ ചെയ്യാൻ സാധിക്കുന്നില്ല, പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. ആ പ്രതിരോധിക്കാൻ സാധിക്കാത്ത സമയത്ത് ഉണ്ടാകുന്ന ജാള്യതയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആഭാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ആ പ്രസ്ഥാനത്തിന്റെ ഇത്രമാത്രം പരിഹസിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം ഈ ലോകത്തുണ്ടോ? ഇവിടെ വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ നടത്തിയിട്ട് അതിന്റെ നേതാക്കന്മാരല്ലേ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ? അവരാണോ ഈ ചാണകവെള്ളമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ലേ? ആ പ്രസ്ഥാനത്തിന് എന്ത് പ്രസക്തിയുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? വ്യാജ ആധാർ കാർഡുകളും ഇലക്ഷൻ ID കാർഡുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇലക്ഷൻ നേരിട്ടുകൊണ്ട് എന്നിട്ട് അതിൽ ജയിച്ചുകൊണ്ട് തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ, അത്തരം നേതാക്കന്മാരുടെ പാർട്ടിയല്ലേ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്? അപ്പോ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ്. ഇക്കാലത്തും ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനൊന്നും പറ്റില്ല. BJP എന്താണ് എന്നുള്ളത് കൃത്യമായും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നലെ ശക്തന്റെ മണ്ണിൽ ആ വേദി നമ്മൾ കണ്ടല്ലോ. ആ വേദിയിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ മുതൽ ശോഭന കടന്നു വരുന്നു, വീണ കണ്ണൻ കടന്നു വരുന്നു, മിന്നുമണി കടന്നു വരുന്നു. സമസ്ത മേഖലകളിലും പെട്ട സ്ത്രീ പ്രാതിനിധ്യം ആ വേദിയിൽ ഉണ്ടായിരുന്നു. അത്ര പ്രൗഢഗംഭീരമായിരുന്നു ആ സദസ്സ്. കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാൻ വരും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം. ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ പൊരിവെയിലത്ത് നരേന്ദ്രമോദിജിയെ കാത്തിരിക്കുകയാണ്. സ്ത്രീകൾ നരേന്ദ്രമോദിജി വരുമ്പോൾ ആഹ്ലാദം കൊണ്ട് നൃത്തം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? ആ വലിയൊരു മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ആ വലിയൊരു മുന്നേറ്റത്തിന് തൃശ്ശൂർ ശക്തന്റെ മണ്ണിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാരനെ വിളറി പിടിപ്പിച്ചിരിക്കുന്നത്. ഇവര് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ശുദ്ധീകരിച്ച് ഈ ജനങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ പറയുന്ന ബാക്ടീരിയ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അത് കോൺഗ്രസ്സുകാർ മറക്കണ്ട. ശരി, വളരെ നന്ദി. പ്രഫുൽ കൃഷ്ണ പ്രതികരിച്ചതിലേക്ക്.